ഹലോ! ഇന്ന് ഉത്രാടാട്ടോ. ഉത്രാടായിട്ട് ഞങ്ങള് തൃക്കാക്കര അമ്പലത്തിൽ പോവാട്ടോ ഉത്രാട സദ്യ കഴിക്കാൻ വേണ്ടി. ഇവിടെ അടുത്താണ് അമ്പലമെങ്കിലും നമ്മളിതുവരെ ഉത്രാട സദ്യയോ തിരുവോണ സദ്യയോ ഒന്നും അങ്ങനെ കഴിക്കാൻ പോയിട്ടില്ല. അപ്പൊ ഇന്ന് എന്തായാലും ജോലി ഓഫാണ്. അപ്പൊ എന്തായാലും പോയിട്ട് വരാന്ന് ഓർത്ത് ഞങ്ങള് പോയിട്ട് രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു. മഴയായപ്പോ തീരുമാനിച്ച് എന്നാ പോവണ്ടാന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നു. പിന്നെ ഒന്ന് തോർന്നപ്പോ എന്നാ പോയിട്ട് വരാന്ന് വിചാരിച്ചു വന്നപ്പോ നല്ല തിരക്കായിരുന്നു കേട്ടോ. ക്യൂ ആയിരുന്നു അകത്ത് കയറാൻ വേണ്ടി. ആദ്യം തന്നെ നമ്മള് ശിവന്റെ അടുത്താട്ടോ കയറിയത്. നല്ല ക്യൂ നിന്നിട്ടോ ഒരു അരമണിക്കൂറോളം അടച്ചിട്ടായിരുന്നു. അതിൻ്റെന്ന് തോന്നുന്നു നല്ല ക്യൂ ഉണ്ടായിരുന്നു. ക്യൂ നിന്ന് നിന്ന് ട്ടോ തൊഴുതത്. അങ്ങനെ തൊഴുതിറങ്ങിയപ്പോഴത്തേക്കും ക്യൂ അപ്പുറമായി. പിന്നെ നമ്മളിവിടെ ദേ മറ്റേ മഹാബലിയുടെ ആസ്ഥാനമൊക്കെ ആയിരുന്നു കേട്ടോ അത്. അതിൻ്റെ അപ്പുറം തന്നെ നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ അമ്പലമുണ്ട്, വാമനമൂർത്തി. അവിടെ കയറാൻ വേണ്ടി പോയിട്ട് അപ്പുറത്ത് തന്നെ തിരക്കായതുകൊണ്ട് ഇവിടെ നല്ല തിരക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ വേഗമായിട്ടോ പോയത്. പക്ഷെ പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങി കേട്ടോ. അവിടുന്ന് ഞങ്ങൾ ശിവയിൽ നടക്കണ്ടായിരുന്നു. പിന്നെ അത് കാണാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം ഞങ്ങളത് കാണാൻ വേണ്ടി നിന്നേ. അങ്ങനെ ശിവയിലേക്ക് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ സദ്യ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ നേരെ തന്നെ ഇറങ്ങി. നമ്മുടെ തിരുവോണ ഓഡിറ്റോറിയത്തിൽ, അമ്പലത്തിൻ്റെ തന്നെ ഓഡിറ്റോറിയം കേട്ടോ, അവിടെയാണ് സദ്യ. അപ്പം നേരെ പോകുമ്പോൾ തന്നെ ഇതുപോലത്തെ കൈത്തറിയുടെ ഇഷ്ടംപോലെ കടകൾ വന്നിട്ടുണ്ട് കേട്ടോ. 200 രൂപയ്ക്ക് മുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് അവിടെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കയറിയൊന്നുമില്ല, നേരെ തന്നെ ഭക്ഷണം കഴിക്കാൻ തിരക്കായിരിക്കും എന്ന് വിചാരിച്ച് സദ്യ കഴിക്കാൻ വേണ്ടി പോയിട്ട് ഉത്രാട സദ്യ കഴിക്കാൻ വേണ്ടി. പക്ഷെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വന്നേ ഉള്ളായിരുന്നു. ഒരു 11:30 12 മണി ആ ടൈമായിരുന്നു കേട്ടോ. നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മളെ കയറ്റി. നമ്മൾ ഇത്രയും പേര് അവിടെ ഉണ്ടായിരുന്നത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാട്ടോ പറഞ്ഞത്. പെട്ടെന്ന് തന്നെ സീറ്റ് നമുക്ക് കിട്ടി കേട്ടോ. കറക്റ്റ് അവരെ എണ്ണം അനുസരിച്ചാട്ടോ ഇങ്ങനെ കയറ്റി വിടുന്നത്. ചെന്നപ്പോൾ തന്നെ നമുക്ക് ചോറ് മാത്രമേ വിളമ്പാനുണ്ടായിരുന്നുള്ളൂ. അവർ കറിയൊക്കെ വിളമ്പി വെച്ചേക്കായിരുന്നു. വന്നപ്പോൾ തന്നെ ദേ ചോറും വിളമ്പി. പെട്ടെന്ന് തന്നെ നമുക്ക് സാമ്പാറും പായസമൊക്കെ അവിടെ വിളമ്പി വെച്ചേക്കുമായിരുന്നു കേട്ടോ. ഇത്രയും പേരാട്ടോ, ഒറ്റയടിക്ക് ഒരു 100 200 പേര് കൂടുതൽ അവിടെ സദ്യ ഉണ്ണു കേട്ടോ. പിന്നെ ഞങ്ങൾ സദ്യ കൊണ്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലത്തെ കടകളുണ്ട് കേട്ടോ. അവിടെയൊക്കെ കയറി 1-2 കമ്മലൊക്കെ നോക്കാനുണ്ടായിരുന്നു. അതൊക്കെ നോക്കി. 50 രൂപ കേട്ടോ കമ്മലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല നല്ല കമ്മലുകളുണ്ട് കേട്ടോ, വലിയ കമ്മലുകളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ കമ്മലൊക്കെ നോക്കി ഒരു ബജ്ജിയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.